പുണർദ നക്ഷത്രക്കാരൻ്റെ റൂളിംഗ് പ്ലാനറ്റ് വ്യാഴമാണ്. ഇവർ പൊതുവെ ആത്മീയത, അത്യാവശ്യം ഉദാര മനസ്കത, അറിവിനോടുള്ള താല്പര്യം ഇതെല്ലാം ഇവർക്ക് നല്ല കൂടുതലാണ്. ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ദയയാണ്. അതുപോലെ സത്യസന്ധതയുള്ളവരാണ്. നല്ല ഉപദേശം നൽകാൻ ഇവർക്ക് കഴിവുണ്ട്. അതുപോലെ നല്ല ഭാഗ്യമുണ്ട്, നല്ല ആത്മവിശ്വാസമുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് ഉപദേശം നൽകാനുള്ള കഴിവേ ഉള്ളൂ. അങ്ങനെ ഉപദേശിക്കണ കാര്യങ്ങൾ ഇവർ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ചെയ്യാറില്ല. അതുപോലെ നിങ്ങളുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ കാര്യങ്ങൾ പകുതി വെച്ചിട്ട് ഉപേക്ഷിച്ച് പോകാനുള്ള പ്രവണത നിങ്ങൾക്ക് നല്ല കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനോടും അമിതമായ പ്രതീക്ഷയാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ആ പ്രതീക്ഷ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളത് അവിടെ ഇട്ടിട്ട് പോവും. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അലസത ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് നിങ്ങൾ നന്മയുടെയും അറിവിൻ്റെയും പ്രതീകമാണ്. അത് പുനഃസ്ഥാപിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളുടെ പ്രധാന മനോഭാവം എന്ന് പറയുന്നത് ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ ഇവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ ലോകത്തും നിങ്ങളുടെ കുടുംബത്തിലും എല്ലാവരിലും ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നിങ്ങൾക്ക് എന്തായാലും വ്യാഴത്തിൻ്റെ അനുഗ്രഹം കാരണം പല കാര്യങ്ങളിലും കുറച്ച് ഭാഗ്യമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേ പ്രധാന തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. യാത്രപരമായിട്ട് ജോലിപരമായോ അല്ലെങ്കിൽ തീർത്ഥാടനപരമായിട്ടോ യാത്രകൾക്ക് നിങ്ങൾക്ക് നല്ല സാധ്യതയുണ്ടായിരുന്നു. കുടുംബപരമായിട്ട് കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിങ്ങൾ നിലനിർത്തിയിട്ടുമുണ്ട്. പഠനം എടുത്തു നോക്കുകയാണെങ്കിൽ പുതിയ അറിവുകൾ നേടാനും പഠിക്കാനും നിങ്ങൾ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒക്ടോബർ അവസാനമായപ്പോൾ നിങ്ങളുടെ മനോഭാവത്തിൽ കുറച്ച് വ്യത്യാസം വന്നു. ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോകാനുള്ള വഴികൾ എന്തായാലും നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നൊരു വിചാരം നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ടീച്ചിങ്, കൺസൾട്ടിങ്, ഫിനാൻഷ്യൽ എന്നീ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് നല്ല നേട്ടം ഉണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള യാത്രകളിൽ ഗുണകരമാവുകയും ചെയ്യും. പുതിയ പദ്ധതികളിൽ വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ സാമ്പത്തികമായ മികച്ച നേട്ടം എന്തായാലും നിങ്ങൾക്കുണ്ടാവും. പുതിയ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ വിദേശപരമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ നിങ്ങൾക്ക് നല്ല വളർച്ച എന്തായാലും ഉണ്ടാവും. പുതിയ സ്റ്റാർട്ട് എടുത്ത് നോക്കുകയാണ്, പഠനം തുടങ്ങാൻ, പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ, ഉപദേശം നൽകുന്ന ബിസിനസ് തുടങ്ങാൻ, അതുപോലെ ബിസിനസ് കൺസൾട്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതി അത്യാവശ്യം മികച്ച തന്നെയായിരിക്കും. സ്റ്റാറ്റസ് കാണിക്കാൻ എന്തെങ്കിലും ചിലവാക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ പൈസ എന്തായാലും ലാഭിക്കാനും പറ്റും. അതുപോലെ ഭാഗ്യാനുഭവങ്ങൾ വഴി ധനലാഭം ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. അമിതമായ ആത്മവിശ്വാസം കാരണം റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ലോജിക്കോടെ തിങ്ക് ചെയ്യുക, അതിനെപ്പറ്റി പഠിച്ചിട്ട് മാത്രം റിസ്ക് എടുക്കുക. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ വിശ്വസ്തരും അറിവുള്ളവരുമായ വ്യക്തികളുമായി ഒരു ആകർഷണത്തിന് സാധ്യതയുണ്ട്. വിവാഹാലോചനകൾക്ക് നല്ല സമയമാണ്. പക്ഷെ ആകർഷണം തോന്നി പറഞ്ഞിട്ട് അതാണ് എൻ്റെ പാർട്ട്ണർ എന്നൊന്നും വിചാരിച്ചിട്ട് മുന്നോട്ട് പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ പ്രണയ ബന്ധങ്ങളിൽ ഐക്യം നിലനിൽക്കും. പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ആത്മീയമായ തലത്തിലേക്ക് മാറുകയും ചെയ്യും. ഇനി നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യ ബന്ധം കൂടുതൽ സന്തോഷകരമാവും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കുറേയൊക്കെ എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണം പങ്കാളിക്ക് ഗുരുതുല്യമായ ഉപദേശം നൽകുന്നത് എന്തായാലും സന്തോഷം വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എടുത്തു നോക്കുകയാണെങ്കിൽ മാനസികമായിട്ട് സന്തോഷം, ശാന്തത എന്തായാലും നിലനിൽക്കും. സഹോദരങ്ങളോടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും. ആത്മീയ കാര്യങ്ങൾ കൂടുതൽ എന്തായാലും ശ്രദ്ധ നൽകുകയും ചെയ്യും. കാര്യങ്ങൾ പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കാനുള്ള പ്രവണത ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നവംബർ നല്ലൊരു മാസം തന്നെയായിരിക്കും. അതുപോലെ ഭാഗ്യം വളരെ ഉയർന്ന ഒരു മാസമാണ് നവംബർ. വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹവും എന്തായാലും ലഭിക്കും. പെൻഡിങ് പേയ്മെൻറ്റുകൾ ലഭിക്കാൻ സാധ്യത. പുതിയ നിക്ഷേപങ്ങൾക്കും നല്ല സമയം തന്നെയാണ്. അതുപോലെ മറ്റൊരാൾക്ക് കടം കൊടുക്കുന്ന ഒഴിവാക്കുക. എന്തായാലും തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അവർ എത്ര കെഞ്ചിയാലും നോ എന്ന് പറയാൻ പഠിക്കുക, നോ എന്ന് പറയുക.
വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് എന്തായാലും ഭാഗ്യം വർദ്ധിപ്പിക്കും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവേ നിങ്ങൾക്ക് ആരോഗ്യം തൃപ്തികരമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം വെക്കാണ്ടിരിക്കാനും നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ചിട്ടയായ ഭക്ഷണ രീതി എന്തായാലും പിന്തുടരുക. യോഗ പരിശീലനം എന്തായാലും ആരോഗ്യം നല്ല രീതിയിൽ എന്തായാലും മെച്ചപ്പെടുത്തും.